ആഘോഷങ്ങൾ പാപമാകുന്നു എന്ന് വിശ്വസിച്ച പിതാക്കന്മാരുടെ മക്കൾ അതിരുകടന്ന ആഘോഷങ്ങളിൽ മുഴുകി മുൻപോട്ട് പോകുന്നത് പണത്തിൻ്റെ ഹുങ്ക് കൊണ്ടല്ലേ? പണം എന്തിനു വേണ്ടി ചെലവഴിക്കണമെന്ന് വ്യക്തതയില്ലാതെ വരുമ്പോൾ അത് അനാവശ്യ ആഘോഷങ്ങൾക്കായി ചെലവഴിക്കുവാൻ ആരംഭിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുവാൻ വരുന്നവരെ തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത അന്ധത ഉണ്ടാകും. യെശയ്യാവിൻ്റെ സമയത്ത് യെരുശലേമിന് സംഭവിച്ച ആ സ്ഥിതിവിശേഷത്തിലേക്ക് താണു പോകുന്നുവോ നാം എന്ന് സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ജീവസന്ദേശത്തിൻ്റെ കേൾവിക്കാർക്ക് ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഉല്ലാസപ്രിയരായ സമൂഹം വളരെ പെട്ടെന്ന് തന്നെ പാപത്തിലേക്ക് അധംപതിക്കും എന്നുള്ളതിന് സംശയമില്ല. കാരണം സകല ഉല്ലാസങ്ങളും അല്പം കഴിയുമ്പോൾ മനുഷ്യൻ മടുക്കും. അവൻ പുതിയവ കണ്ടെത്തുവാൻ ശ്രമിക്കും. പാപത്തിന് താൽക്കാലികമായ ഒരു സുഖമൊക്കെ നൽകുവാൻ സാധിക്കുമെങ്കിലും ആത്യന്തികമായി മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നു മാത്രമല്ല, അതിൻ്റെ ശമ്പളം മരണവുമാകുന്നു എന്ന് തിരുവചനം പറയുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 22-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. യെശയ്യാ പ്രവചനം 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള 9 രാഷ്ട്രങ്ങളിന്മേൽ വരുന്ന ന്യായവിധിയെക്കുറിച്ച് നാം കാണുകയായിരുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 11 ന്യായവിധികളിൽ 6 എണ്ണത്തെക്കുറിച്ച് നാം ഇതിനോടകം ചിന്തിച്ചു കഴിഞ്ഞു. അവ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി തിരിഞ്ഞ് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമല്ലേ? ഒന്നാമതായി 13ഉം 14ഉം അധ്യായങ്ങളിൽ ബാബേലിനെക്കുറിച്ച് നാം കണ്ടു. 15ഉം 16ഉം അധ്യായങ്ങളിൽ മോവാബിന്മേൽ വരുന്നതായ ന്യായവിധിയെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. 17-ാം അധ്യായത്തിൽ ദമസ്കോസിൽ വരുന്നതായ ന്യായവിധി നാം കണ്ടു. 17-ാം അധ്യായത്തിൽ തന്നെ എഫ്രീമിന് വരുന്നതായ ശിക്ഷയും നാം കണ്ടു. 18-ാം അധ്യായത്തിൽ എത്യോപ്യ, അതായത് യൂഫ്രട്ടീസ് നദിക്കരികെയുള്ള പ്രദേശത്ത് വരുന്നതായ ആ ന്യായവിധി നാം പഠിച്ചു. 19ഉം 20ഉം അധ്യായങ്ങളിൽ മിസ്രൈമിനെക്കുറിച്ചാണ് നാം കണ്ടത്. കൂടാതെ ബാബേലിന്മേൽ വീണ്ടും വരുന്ന ന്യായവിധിയെക്കുറിച്ചും നാം കാണുകയുണ്ടായി. 21-ാം അധ്യായത്തിൽ 3 ന്യായവിധികളെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ബാബേൽ, ഏദോം, അറേബ്യ, ഈ 3 ദേശങ്ങളിൽ വരുന്ന ശിക്ഷ നാം പഠിക്കുകയുണ്ടായി. ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ ദൈവം അയക്കുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നതിൻ്റെ ഇടയിൽ യഹൂദയുടെയും യെരുശലേമിൻ്റെയും മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുന്നത് വാസ്തവത്തിൽ ആശ്ചര്യമായി തോന്നാം. എന്നാൽ അതിനൊരു കാരണമുണ്ട്. യഹൂദ തനിക്ക് ചുറ്റുമുള്ള ഈ ദൈവമില്ലാത്ത ജാതികളുടെ കൂട്ട് പെരുമാറുമ്പോൾ അവർക്ക് ലഭിക്കുവാൻ പോകുന്ന ശിക്ഷയെ ഇതിനിടയിൽ ചേർക്കുന്നതിൽ തെറ്റൊന്നുമില്ല. തൻ്റെ കരുണയാൽ ദൈവം യെരുശലേമിനെ അശൂര്യ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുമെങ്കിലും അവരെ ബാബിലോന്യ സൈന്യത്തിൻ്റെ കയ്യിൽ നിന്നും ദൈവം വിടുവിക്കുകയില്ല. യഹൂദയുടെ നാശത്തിനും ഒടുവിൽ ബാബിലോന്യ പ്രവാസത്തിൽ പോകുന്നതിനും കാരണമായ 2 പാപങ്ങൾ ദൈവം 22-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതാണ് നാം ഇന്ന് പ്രധാനമായും ചിന്തിക്കുവാൻ പോകുന്നത്. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദയിലെ ജനങ്ങളുടെ അവിശ്വാസവും 15 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നേതാക്കന്മാരുടെ അവിശ്വസ്തതയും പ്രവാചകനിലൂടെ ദൈവം വിളിച്ചറിയിക്കുന്നു. യെശയ്യാവിൻ്റെ സമയത്ത് യെരുശലേം ഒരു ഉല്ലസിത നഗരമായിരുന്നു. ജനം സകല വിധത്തിലും ഉള്ള ആഘോഷങ്ങളിൽ മുഴുകിയിരുന്നു എന്ന് ചുരുക്കം. ഉല്ലസിത നഗരം. പ്രവാചകൻ പറയുന്നത് കോലാഹലം നിറഞ്ഞ് ആരവപൂർണമായും ഇരിക്കുന്ന പട്ടണമേ എന്നത്രേ. അങ്ങനെയാണ് അതിനെ വിളിച്ചത്. അവരുടെ തത്വശാസ്ത്രം തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നായിരുന്നു. 22-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പ്രവണത ഇതുതന്നെയല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
നമ്മുടെ സമൂഹത്തിലെ അനാവശ്യമായ ആഘോഷങ്ങൾ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് യെശയ്യാവിൻ്റെ സമയത്ത് യെരുശലേമിലെ ജനത്തിനുണ്ടായിരുന്ന അവസ്ഥ അത് തന്നെയാകുന്നു ഇന്നും എന്നത്രേ. ആഘോഷങ്ങൾ അതിരുകടക്കുമ്പോൾ പാപമാകുന്നു എന്ന് വിശ്വസിച്ച പിതാക്കന്മാരുടെ മക്കൾ ആഘോഷങ്ങളിൽ മുഴുകി മുൻപോട്ട് പോകുന്നത് തീർച്ചയായും പണത്തിൻ്റെ ഹുങ്കുകൊണ്ടാണ്. പണം എന്തിനു വേണ്ടി ചെലവഴിക്കണമെന്ന് വ്യക്തതയില്ലാതെ വരുമ്പോൾ അത് അനാവശ്യ ആഘോഷങ്ങൾക്കായി ചെലവഴിക്കുവാൻ ആരംഭിക്കും. ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു സന്തോഷമുണ്ടാകും എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉപാധിയായി അവർ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മുതലെടുക്കുവാൻ, നമ്മെ ചൂഷണം ചെയ്യുവാൻ വരുന്നവരെ തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാകും. ഇതുപോലെയുള്ള അനാവശ്യ ആഘോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെന്താ, ഞാൻ നല്ല കാര്യത്തിന്, അതും പാവങ്ങളെ സഹായിക്കുവാൻ ഏറെ ചെയ്യുന്നുണ്ടല്ലോ എന്ന ഉപാധിയാണ് പലരും നിരത്തുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടാകാം. എന്നാൽ നാം യഹൂദയ്ക്ക് സംഭവിച്ച ആ സ്ഥിതിവിശേഷത്തിലേക്ക് താണു പോകുന്നുവോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ പ്രവാചകൻ ദേശത്തെ ജനത്തിൻ്റെ ആഘോഷങ്ങളിൽ ഒന്നും പങ്കെടുത്തില്ല. കാരണം ദാവീദിൻ്റെ നഗരത്തിൽ മരണവും നാശവും വരുന്ന ദിവസം അവൻ കണ്ടു, അതായത് യെരൂശലേമിൽ. ആഘോഷത്തിനായി ജനം വീടുകളുടെ മുകളിൽ കയറിയപ്പോൾ പ്രവാചകൻ യെരൂശലേമിൻ്റെ അടുത്തുണ്ടായിരുന്ന താഴ്വരയിലേക്ക് പോയി. ദൈവം അവിടെ അവന് ദർശനം നൽകി. യുദ്ധത്തിൽ മുറിവേറ്റിട്ടല്ല ജനം മരിച്ചു വീഴുന്നതായി പ്രവാചകൻ കണ്ടത്. പിന്നെയോ ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ദേശം നശിച്ചു. ശത്രു സൈന്യം വരുന്നത് കണ്ട് ദേശത്തിലെ അധിപതിമാർ പേടിച്ചോടുന്നത് പ്രവാചകൻ തൻ്റെ ദർശനത്തിൽ കണ്ടു. സ്വയരക്ഷയ്ക്കായി യഹൂദജനം തങ്ങളുടേതായ സകല മാർഗങ്ങളും അവലംബിച്ചു. എന്നാൽ പ്രവാചകൻ കാണുന്നത് യഹൂദയുടെ മൂടുപടം യഹോവ നീക്കിക്കളഞ്ഞതാണ്. അതെ, ദൈവത്തെ ആശ്രയിക്കുന്നത് ഒഴിച്ച് ആ ജനം തങ്ങളെ തന്നെ സംരക്ഷിക്കുവാൻ സകലവും ചെയ്തു. അവരുടെ ദുഃഖകരമായ അവസ്ഥ പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിച്ചാലും 22-ാം അധ്യായത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ അധ്യായത്തിലെ വിഷയം ദർശന താഴ്വരയുടെ അഥവാ യെരൂശലേമിൻ്റെ ഭാരവും ശെബ്ന, എല്യാക്കീം എന്നിവരുടെ ചരിത്രവുമാണ്. ഈ ഭാരം യെരൂശലേമിനെ സൂചിപ്പിക്കുന്നു എന്നത് വ്യക്തമാണ്. ഭാരം അഥവാ ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷാവിധി ആരംഭിച്ചത് അങ്ങ് ദൂരെ ബാബിലോണിൽ നിന്നായിരുന്നു. അതിപ്പോൾ ദാവീദിൻ്റെ നഗരത്തിൽ ദൈവത്തിൻ്റെ ജനം പാർക്കുന്ന യെരൂശലേമിൻ്റെ അടുക്കലോളം എത്തിയിരിക്കുന്നു. വിശുദ്ധ നഗരത്തിന്മേൽ കൊടുങ്കാറ്റിപ്പോൾ അതിൻ്റെ എല്ലാ നാശവും വിതച്ചുകൊണ്ട് വീശിയടിക്കുന്നു. യെരൂശലേമിൻ്റെ ഭാരം. 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നാം വായിക്കുന്നത് ദർശന താഴ്വരയെക്കുറിച്ചുള്ള പ്രവാചകം. നിങ്ങളെല്ലാവരും വീടുകളുടെ മുകളിൽ കയറേണ്ടതിന് നിങ്ങൾക്ക് എന്ത് ഭവിച്ചു? ദർശന താഴ്വര യെരൂശലേമിനെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. 4-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ദർശന താഴ്വര എന്നത് യെശയ്യാവിൻ്റെ വൈരുദ്ധ്യം നിറഞ്ഞ മറ്റൊരു പ്രസ്താവനയാണ്. ദർശനത്തിൻ്റെ പർവ്വം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. കാരണം പർവ്വതം ദൂരെ കാണുവാൻ സാധിക്കുന്ന സ്ഥലമാണല്ലോ. അതിൻ്റെ മുകളിൽ നിന്നാൽ ദൂരെ കാണാം. അത് ദർശനം നൽകുന്നതാണ്. വാഗ്ദത്ത ദേശം കാണുന്നതിന് മോശ നെബോ പർവ്വതത്തിൽ കയറി നിന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ കർത്താവ് ഒലിവ് മലയിൽ നിന്ന് യെരൂശലേമിനെ നോക്കി കണ്ടു എന്ന് നാം ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നു. എന്നാൽ തിരുവചനത്തിലൊരു താഴ്വര അതെപ്പോഴും ദുഃഖം, താഴ്മ, മരണം എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ ദർശനം വരുവാനിരിക്കുന്ന യുദ്ധത്തിൻ്റെയും ദുഃഖത്തിൻ്റേതും ആയതുകൊണ്ട് ഈ ദർശനത്തിന് യോജിച്ച സ്ഥലം താഴ്വരയാകുന്നു എന്നത്ര പ്രവാചകൻ പറയുന്നത്. അതാണ് ഇവിടുത്തെ അർത്ഥം. വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് അറിയുവാനുള്ള ജിജ്ഞാസയും ഭയവും നിമിത്തം ജനം അപകടത്തെക്കുറിച്ച് അറിയുവാൻ പുരമുകളിൽ കയറി.
യെശയ്യാപ്രവചനം 36, 37 അധ്യായങ്ങളിൽ അശൂർ യെരൂശലേമിനെ ആക്രമിക്കുന്നത് നാം കാണുന്നതാണ്. നമ്മുടെ കർത്താവ് ഈ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നതായി മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 16, 17 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. അന്ന് യഹൂദ്യയിലുള്ളവർ മലകളിൽ ഓടിപ്പോകട്ടെ, വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത് എന്ന് നാം വായിക്കുന്നു. ഇനിയും യെശയ്യാപ്രവചനം 22 അധ്യായത്തിൻ്റെ 4 വാക്യമാണ് നാം ഒരുമിച്ച് വായിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്നെ നോക്കരുത്, ഞാൻ കൈപ്പോടെ കരയട്ടെ, എൻ്റെ ജനത്തിൻ്റെ നാശത്തെ ചൊല്ലി എന്നെ ആശ്വസിപ്പിപ്പാൻ ബദ്ധപ്പെടരുത്. എൻ്റെ ജനമെന്നിവിടെ പ്രവാചകൻ പറയുന്നത് തീർച്ചയായും ഇസ്രായേൽ ജാതിയെക്കുറിച്ചാണ്. ഇനി ഞാൻ 9, 10 വാക്യങ്ങളാണ് വായിക്കുവാൻ പോകുന്നത്. 22 അധ്യായത്തിൻ്റെ 9, 10 വാക്യങ്ങൾ. ദാവീദിൻ നഗരത്തിൻ്റെ ഇടിവുകൾ അനവധി എന്ന് കണ്ടു. താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടി നിർത്തി. യെരൂശലേമിലെ വീടുകൾ എണ്ണി മതിൽ ഉറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു. യെരൂശലേമിൻ്റെ പ്രതിരോധത്തിനു വേണ്ടി ഹിസ്കിയാവ് ഈ മുൻകരുതൽ എടുത്തിരുന്നു എന്ന് 2 ദിനവൃത്താന്തം 32 അധ്യായത്തിൽ കാണുന്നുണ്ട്. ഹിസ്കിയാവ് ചെയ്ത ഒരു കാര്യം കുളത്തിന് ചുറ്റും മതിൽ കെട്ടുക എന്നതായിരുന്നു. കാരണം നഗരത്തിൽ ഒരിക്കലും വെള്ളം കിട്ടാതെ വരരുത്. ഇന്നും ആ ദേശത്ത് അത് കാണാൻ സാധിക്കും. ഈ ഭാഗം ഭാവിയെ സൂചിപ്പിക്കുന്നു. എന്നാൽ പ്രവാചകൻ്റെ മനസ്സിലുണ്ടായിരുന്ന ശത്രുവും ആക്രമണവും ഏതായിരുന്നു? പേർഷ്യ. ഇവിടെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പേർഷ്യ ശക്തി പ്രാപിച്ചപ്പോഴേക്കും യെരൂശലേം നാമാവശേഷമായി തീർന്നിരുന്നു. യെരൂശലേമിനെതിരായി വരുന്ന എല്ലാ ശത്രുക്കളെയുമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അശൂർ മുതൽ വടക്ക് നിന്നുള്ള ശത്രു വരെ. അശൂര്യർ യെരൂശലേമിനെ ആക്രമിച്ചുവെങ്കിലും അവർ പട്ടണത്തിനകത്ത് പ്രവേശിച്ചില്ല. വടക്ക് നിന്നുള്ള ഒടുവിലത്തെ ശത്രു പട്ടണത്തെ ഭയപ്പെടുത്തുന്നു എങ്കിലും അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയില്ല. ഇത് രണ്ടിനും ഇടയിലുള്ള കാലത്ത് ഈ പട്ടണം മറ്റേതിനേക്കാൾ പിടിച്ചടക്കപ്പെട്ടതായി നാം കാണുന്നു. യെരൂശലേമിൻ്റെ ഭാരം ഇതാണ്. ശെപ്നയും എല്യാക്കീമിനെയും സംബന്ധിച്ച കാര്യങ്ങളെ കൂടി ഇവിടെ നാം ഇനിയും കാണുന്നുണ്ട്. ഇതിനിടയിൽ യെരൂശലേമിൽ ഹിസ്കിയാവിൻ്റെ അസാധാരണമായ വാഴ്ചയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ശെപ്നയിൽ എതിർ ക്രിസ്തുവിനെയും അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനെയും എല്യാക്കീമിൽ കർത്താവായ യേശുക്രിസ്തുവിനെയുമാണ് ചിത്രീകരിക്കുന്നത് എന്നത്രേ അനേക വേദ പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത്. ഈ 15 മുതലുള്ള വാക്യങ്ങളിൽ യഹൂദയിലെ നേതാക്കന്മാരുടെ അവിശ്വസ്തതയാണ് ദൈവം പ്രവാചകനിലൂടെ വിളിച്ചറിയിക്കുന്നത്. യഹൂദയിലെ നേതാക്കന്മാർ ദൈവത്തോട് അവിശ്വസ്തരായി ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചിരുന്നെങ്കിൽ ആ ദേശത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. എന്നാൽ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന നേതാക്കന്മാരായിരുന്നു യെരൂശലേമിൽ യഹൂദയിൽ ഉണ്ടായിരുന്നത്. ഹിസ്കിയ രാജാവിൻ്റെ ഭണ്ഡാരാധിപൻ അല്ലെങ്കിൽ ധനകാര്യ മന്ത്രി ആയിരുന്ന ശെപ്നയെക്കുറിച്ച് ഇവിടെ പറയുന്നു. അവൻ്റെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തനിക്ക് തന്നെ എല്ലാം ഉണ്ടാക്കിയെടുത്തു. അവനൊരു കല്ലറ പണിയിപ്പിച്ചതിനെക്കുറിച്ച് 16 വാക്യത്തിൽ കാണുന്നു. തീർച്ചയായും അത് ഇവിടെ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ അത് അത്ര വിലപിടിപ്പുള്ളതായിരുന്നിരിക്കാം. അതുമാത്രമല്ല, അവൻ തനിക്ക് തന്നെ രഥങ്ങളും വാങ്ങിക്കൂട്ടിയതായി 18 വാക്യത്തിൽ പറയുന്നു. ദൈവം അവൻ്റെ പദവിയിൽ നിന്ന് ശെപ്നയെ താഴെ ഇറക്കി. അവൻ അപമാനിതനായി. ഒടുവിൽ അവൻ നാട് കടത്തപ്പെട്ടു. എത്ര വലിയൊരു മുന്നറിയിപ്പാണ് ഇത് നമുക്കൊക്കെ നൽകുന്നത്. ദൈവം തന്നിട്ടുള്ള പദവികൾ, അവസരങ്ങൾ സ്വന്തം കാര്യസാധ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവർ, പ്രത്യേകിച്ചും ദൈവ ശുശ്രൂഷയിലുള്ളവർ, ശെപ്നയെപ്പോലെ അപമാനിതരാകും, ശിക്ഷിക്കപ്പെടും. സുവിശേഷ വേലയ്ക്ക് എന്ന് പറഞ്ഞ് പണം മേടിച്ച് സ്വന്തം പേരിൽ വസ്തുവകകളും സുഖസൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. സ്വന്തം പേരിലല്ലെങ്കിലും അങ്ങനെയുള്ളവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള വല്ല ട്രസ്റ്റോ സൊസൈറ്റിയോ ഒക്കെ ഉണ്ടാക്കി അതിലാകാം. പൊതുജനത്തിൻ്റെ പണം വാങ്ങി കെട്ടിപ്പടുത്ത ശുശ്രൂഷകളും ആസ്തിയും മക്കൾക്കും തലമുറകൾക്കും കൈമാറുന്നവർ
സെബ്നയെ പോലെയാകുന്നു. ന്യായീകരിക്കുവാൻ ഒരുപാട് വഴികളുണ്ടാകാം. സത്യസന്ധമായി ദൈവസന്നിധിയിൽ മറുപടി പറഞ്ഞാൽ മതിയാകും. നേതാക്കന്മാരുടെ അവിശ്വസ്തതയാൽ ദേശം ശിക്ഷിക്കപ്പെട്ടു. 22-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ചെന്ന് ഭണ്ഡാരപതിയും രാജധാനി വിചാരകനുമായ ശെബ്നയെ കണ്ട് പറയേണ്ടത്. ശെബ്ന ഭണ്ഡാരാധിപതി ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ധനകാര്യമന്ത്രി, ആ പദവി ആയിരുന്നിരിക്കാം. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ട്രഷറി കാര്യസ്ഥൻ. അവൻ ഹിസ്കിയ രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് നാം കാണുന്നത്. അവൻ പണം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ എല്യാക്കീം ഹിസ്കിയാവിൻ്റെ രാജധാനി വിചാരകനും ശെബ്ന രായസക്കാരനുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാപ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും 37-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഞാൻ 22-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുവാൻ പോകുകയാണ്. നീ എന്താകുന്നു ഈ ചെയ്യുന്നത്? നിനക്ക് ഇവിടെ ആരുള്ളൂ? ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട്? ഉയർന്നൊരു സ്ഥലത്ത് അവൻ തനിക്കൊരു കല്ലറ വെട്ടിക്കുന്നു, പാറയിൽ തനിക്കൊരു പാർപ്പിടം കൊത്തിയുണ്ടാക്കുന്നു. ശെബ്ന യഹൂദ രാജാക്കന്മാരുടെ പ്രസിദ്ധമായ കല്ലറയേക്കാൾ ഉയർന്ന രീതിയിൽ സ്വന്തമായി കല്ലറ ഉണ്ടാക്കി എന്നാണ് ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയുന്നത്. അവൻ തൻ്റെ പേര് നിലനിർത്തുന്നതിനായി ഒരു കല്ലറ പണിയുകയായിരുന്നു. എന്നാൽ അവൻ വടക്കേ രാജ്യത്ത് മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായത്. ഇത് ചിന്തിപ്പിക്കുന്നതായ ഒരു വസ്തുതയാണല്ലേ. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ നിന്നെ നിൻ്റെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കിക്കളയും, നിൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. ശെബ്ന എതിർ ക്രിസ്തുവിനെ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതെ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവം കൊടുത്തിട്ടുള്ള അവസരങ്ങളെ ഉപയോഗിക്കുന്നവർ ക്രിസ്തുവിനെതിരാകുന്നു എന്ന കാര്യത്തിൽ എന്താണ് സംശയം? വളരെ സ്വയപരിശോധനയോടുകൂടി നാം നമ്മുടെ ശുശ്രൂഷകളിൽ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരാളെ നോക്കാം, എല്യാക്കീമിനെ. എല്യാക്കീം ചിത്രീകരിക്കുന്നത് ഞാൻ പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. യെശയ്യാപ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 20-ാം വാക്യം, അന്നാളിൽ ഞാൻ ഹിൽക്കിയാവിൻ്റെ മകനായി എൻ്റെ ദാസനായ എല്യാക്കീമിനെ വിളിക്കും. അവനെ ഞാൻ നിൻ്റെ അങ്കി ധരിപ്പിക്കും, നിൻ്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും, നിൻ്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യിലേൽപ്പിക്കും. അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദാഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോല് അവൻ്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ശെബ്നയുടെ പിൻഗാമിയായ വ്യക്തിയായിരുന്നു എല്യാക്കീം. എല്യാക്കീം നിസ്വാർത്ഥനായ ഒരു നല്ല മനുഷ്യനായിരുന്നു. എല്യാക്കീമും ശെബ്നയും വിപരീത സ്വഭാവക്കാരായി ഇവിടെ നാം കാണുന്നു. യെശയ്യാവ് ഈ 2 വ്യക്തികളെയും ഇവിടെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ശെബ്ന എതിർ ക്രിസ്തുവിനെയും എല്യാക്കീം കർത്താവായ യേശു ക്രിസ്തുവിനെയും അത്രേ ചിത്രീകരിക്കുന്നത്. ഇനി ഞാൻ 22-ാം വാക്യം വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളാണ് ഈ വാക്യം നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്, ഇല്ലേ? ഫിലഡൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവരുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത് എന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഏതു വാതിലും അടയ്ക്കുന്നതിനും ഏതൊരു വാതിലും തുറക്കുന്നതിനും അധികാരവും കഴിവും ഉള്ളവൻ്റെ കൈകളിൽ നമ്മുടെ ജീവിതം ഭരമേൽപ്പിക്കുന്നത് എത്ര മനോഹരമായ കാര്യമാണെന്ന് ഓർക്കുക. ആർക്കും അവനെ കബളിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അവൻ സകലത്തെയും ഭരിച്ച് നടത്തുന്നു. എല്ലാം അവൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാകുന്നു എന്ന് മറക്കരുത്. 23 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് 25 വരെ ഞാൻ വായിക്കാം. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ
തറയ്ക്കും. അവൻ തൻ്റെ പിതൃഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും. അവർ അവൻ്റെ മേൽ അവൻ്റെ പിതൃഭവനത്തിൻ്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയെയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും. അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരുന്ന ആണി ഇളകിപ്പോകുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അത് മുറിഞ്ഞു വീഴുകയും അതിന്മേലുള്ള ഭാരം തകർന്നു പോകുകയും ചെയ്യും. യഹോവയല്ലോ അരുളിച്ചെയ്തിരിക്കുന്നത്. വീണ്ടും ആ പ്രയോഗം അന്നാളിൽ എന്നത് ശ്രദ്ധിച്ചല്ലോ. അന്നാളിൽ എന്നത് മഹാപീഡന കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വാക്യം വീണ്ടും ശെപ്നയിലേക്ക് തിരിയുന്നു. ശെപ്ന എതിർ ക്രിസ്തുവിനെയാണല്ലോ സൂചിപ്പിക്കുന്നത്, അന്തിക്രിസ്തുവിനെ. അനേകം ആളുകൾ വരുവാനുള്ള എതിർ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കും. സഹായത്തിനായി അവർ അവങ്കിലേക്ക് നോക്കും. അവൻ ക്രിസ്തുവാണെന്ന് അനേകർ തെറ്റിദ്ധരിക്കും. എന്നാൽ അവൻ വീണുപോകുന്ന ഒരു ആണി മാത്രമാകുന്നു എന്ന് പ്രവാചകൻ ഇവിടെ പറയുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരിക്കുന്ന ആണിയത്രേ. എന്നാൽ ശെപ്നയെപ്പോലുള്ളവർ വീണുപോകും. എൻ്റെ സുഹൃത്തെ, ഉറച്ച സ്ഥാനത്തടിച്ചിരിക്കുന്ന ക്രിസ്തു എന്ന ഈ ആണിയിന്മേലാണോ താങ്കൾ സകലവും തൂക്കിയിട്ടിരിക്കുന്നത്? അനേകരും അപ്രകാരമല്ല ചെയ്തിരിക്കുന്നത്. അവർ നിശ്ചയമില്ലാത്തതും ഉറപ്പില്ലാത്തതുമായതിന്മേൽ തങ്ങൾക്കുള്ളതെല്ലാം തൂക്കിയിട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇതെല്ലാം താഴെ പോകുമ്പോൾ ജീവിതം ആകെ നിരാശയിലേക്ക് മാറ്റപ്പെടും. പാപിയായ മനുഷ്യനെ ദൈവത്തോട് ബന്ധപ്പെടുത്തി നിർത്തുന്ന ആണി യേശുക്രിസ്തു മാത്രമാണ്. അവൻ നമ്മുടെ ഏക മധ്യസ്ഥനാകുന്നു എന്ന് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായി യേശുക്രിസ്തു തന്നെ. സത്യം ഇതായിരിക്കെ നാം ഇതിൽ നിന്ന് എത്രയോ ദൂരത്തിലാകുന്നു പലപ്പോഴും പോയിരിക്കുന്നത്. നമ്മുടെ എല്ലാ ഭാരങ്ങളും വഹിക്കുവാൻ നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള ശക്തനായ കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണമായി നമ്മുടെ ആശ്രയം വയ്ക്കാം. അതിനു വേണം നാം നമ്മെ എപ്പോഴും സമർപ്പിക്കേണ്ടതിന്. അങ്ങനെ താങ്കളുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കാട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം വളരെ കൃത്യമായും വ്യക്തമായും ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളത് ഒരിക്കലും ലാഘവമായി കാണുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ദൈവഹിതപ്രകാരം ജീവിപ്പാൻ ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ആഹ്വാനം, അതും കർത്താവെ ഞങ്ങളുടെ മുൻപിൽ വെച്ച ചില മുന്നറിയിപ്പുകൾ, അതുപോലെ ഉൾക്കൊള്ളുവാനും അനുസരിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഈ വചനം ശ്രദ്ധിച്ച എല്ലാവർക്കായും സ്തോത്രം. നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളായി, വ്യക്തികളായി, സമൂഹങ്ങളായി, സഭയായി ദൈവകൃപയിൽ ആയിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ അവിശ്വസ്തത ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയോ ഞങ്ങളുടെ സഭയുടെയോ ഞങ്ങളുടെ ദേശത്തിൻ്റെയോ പതനത്തിന് കാരണമാകാതിരിക്കാൻ ഞങ്ങൾ വിശ്വസ്തരായി എപ്പോഴും കാണപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. വീട്ടിലും ജോലിസ്ഥലത്തും സമൂഹത്തിലുമൊക്കെ ഞങ്ങൾക്ക് വിശ്വസ്തത തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അർപ്പിച്ച ഈ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രവാചകനായ യെശയ്യാവ് ദർശന താഴ്വരയിൽ കാണുന്നതൊന്നും ശുഭകരമായ കാര്യങ്ങളല്ല. ദൈവത്തിൻ്റെ ന്യായവിധി, യുദ്ധം, ക്ഷാമം, മരണം, അങ്ങനെ വിവിധ നിലകളിലൂടെ ദേശത്തെ സന്ദർശിക്കുന്നതാണ് താൻ കാണുന്നത്. നിരാശാജനകമായ ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ക്രിസ്തുവിൻ്റെ വെളിപ്പാട് നമ്മിൽ പ്രത്യാശ നിറയ്ക്കുന്നതാകുന്നു. നിങ്ങളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ല. എന്നാൽ ഏത് സാഹചര്യങ്ങളുടെ മധ്യത്തിലും
മനുഷ്യന് ക്രിസ്തുവിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാകുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് ദൈവം അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദ കാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. അതിനെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.